ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന നമുക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ, ആ ബൂസ്റ്റാണ് ഞാൻ ഇന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കൊക്കെ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാലിലേക്ക് 2 സ്പൂൺ ബൂസ്റ്റ് എനിക്ക് തന്നാൽ അന്നൊരു ഉച്ച വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതും വെച്ച് മുന്നോട്ട് പോകാം, നമ്മളെ പണികളൊക്കെ തീർക്കാം. അപ്പം അതങ്ങനെ നമുക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. വെറുതെ കഴിക്കാനായാലും ഇതുപോലെ കലക്കി കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം, അതും എളുപ്പത്തിൽ. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തത് ഒരു കപ്പ് ബദം എടുത്തിട്ടുണ്ട്, കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. നമ്മൾ മെഷീൻ കടല നിലക്കടല എന്ന് പറയും, വറുത്തതാണ് കേട്ടോ, പച്ച നിലക്കടലല്ല, വറുത്ത നിലക്കടലാണ്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 3/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ 1/2 കപ്പുള്ളൂ, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും 3/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കണം, എന്നാലേ ബൂസ്റ്റിന് കുറച്ചും കൂടി നല്ല ആ ഒരു കളറ് കിട്ടണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അണ്ടിപ്പരിപ്പും നിലക്കടലയും ബദവും കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ശേഷം ആ നിലക്കടലയും കൂടിയിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ബദം കൂടി ഇട്ട് ചതച്ചെടുക്കാം നമുക്ക്. ശേഷം നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ചിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് എടുക്കണം. ഒരു 5 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണക്ക് മാറുന്നവരെ ഒന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കണം. കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറു തീയിലിട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. നിങ്ങളെല്ലാം ഓരോ 1/2 കപ്പ് വീതം മാത്രം എടുത്താൽ മതി കേട്ടോ, 1 കപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഓരോന്നും. കാരണം 1/2 കപ്പ് എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബൂസ്റ്റ് തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ 1/2 കപ്പ് വീതം മാത്രം എടുത്താൽ മതി. ഇതെല്ലാം കൂടി പൊടിച്ച് കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് ഉണ്ടാകും കേട്ടോ ബൂസ്റ്റ്. അത് ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് ഇതുപോലെ കൈയെടുക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക മാറി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം പൊടിച്ചെടുക്കുന്നതിന് മുന്നേ നല്ലോണം ചൂടാറാൻ വേണ്ടി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടലിൽ നിന്നും ബദത്തിൽ നിന്നൊക്കെയുള്ള ഒരു എണ്ണമയം ഉണ്ടല്ലോ, അത് വന്നിട്ട് അതൊരു പേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ മിക്സി മാറ്റി ചെറിയ മിക്സിയിലേക്ക് ആക്കുന്നുണ്ട്. ഇതിൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയ മിക്സിയിലേക്ക് ഇട്ടത്. 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് 3/4 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം ഇനി ഒരു 10 മിനിറ്റ് ചെറു തീയിലിട്ടിട്ട് നല്ലോണം കൈ എടുക്കാണ്ട് ഇതുപോലെ നല്ലോണം ഒന്നും കൂടി ചൂടാക്കിയെടുക്കണം. അതെന്തിനാ വെച്ചാൽ ഗോതമ്പ് പൊടീൻ്റെ ആ പച്ചച്ചവ ഉണ്ടല്ലോ, അത് നല്ലോണം മാറിക്കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈ എടുക്കാണ്ട് തന്നെ നല്ലോണം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. ഈ സമയം കൊണ്ട് നമുക്കൊരു 3/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ 1/2 കപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ 1/2 കപ്പ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു 3/4 കപ്പ് കൊക്കോ പൗഡർ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി, എന്നാലേ ബൂസ്റ്റ് ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടല്ലോ ആ കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈ എടുക്കാണ്ട് ഒരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് കൈ എടുക്കാണ്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക, ഗോതമ്പ് പൊടിയുടെയൊക്കെ പച്ചച്ചോയ മാറുന്നത് വരെ. ഇത് നമുക്ക് വെറുതെയും കഴിക്കട്ടോ, കുട്ടികൾക്ക് വേണമെങ്കിൽ പാത്രത്തിലിട്ടിട്ട് വെറുതെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് വെറുതെ കയ്യിലിട്ട് കഴിക്കുമ്പോൾ. നമുക്കായാലും കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയല്ല വെറുതെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ നല്ല ചൂടുള്ള പാലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ല ഫ്ലേവറും ഉണ്ട്, നല്ല കളറും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് വീട്ടിൽ. നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിരിക്കും
ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ബൂസ്റ്റ് പാലൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടിയൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്കൊരു മിക്സിയിൽ 2 റോബസ്റ്റാൻ്റെ പഴമൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പാലൊഴിച്ച് മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഴം കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, സപ്പോർട്ട് ചെയ്യേണ്ടി. സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി.